ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിരി റൈറ്റ്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസം ശേഷമാണ് പിന്നെയും ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കുറേ ദിവസം ചെയ്യാതിരുന്നത് റീസൺ അഗൈൻ ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ. എന്തായാലും ഇപ്പോൾ നമ്മളൊരു പുതിയൊരു റൈഡ് നാളെ പോവാണ്, വിച്ച് ഈസ് ലൈക്ക് ബാംഗ്ലൂർ ടു നന്ദി ഹിൽസ്. കുറേ ദിവസം ശേഷമാണ് ഒരു സോളോ റൈഡിങ്. പിന്നെയും എന്തായാലും നാളെ ഏർലി മോർണിംഗ് ആണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ നാളത്തെ റൈഡിൽ കാണാം. അപ്പോൾ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. സമയം ഇപ്പം വെളുപ്പിന് 5:15 മാപ്പിൽ എക്സാക്ട്ലി ഇവിടെ നന്ദി ഹിൽസ് 1.25 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മണി 5:15 പറഞ്ഞാൽ മാക്സിമം ഇതുപോലെ ഒരു 6:45 ആകുമ്പം അവിടെ എത്തും. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് പൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. കാലത്തുള്ള ആ ഒരു ഫോഗും അതും നല്ല അടിപൊളി ഒരു സീനറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല ഈ പ്രാവശ്യത്തെ ബാംഗ്ലൂർ ക്ലൈമറ്റ് കുറച്ച് മോശമാണ്. നോർമലി ഈ സമയത്തൊക്കെ തണുപ്പാണ് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തണുപ്പ് അത്ര ഇല്ല, തീരെ കുറവാണ് തണുപ്പ് ഇപ്പോൾ. അപ്പം പിന്നെ നന്ദി ഹിൽസിലും ആ ഒരു എന്താ പറയണ്ട ഒരു ഫോഗി ഒരു ഇത് കാണുമെന്നുള്ളത് അറിയത്തില്ല, പോയി നോക്കാം. പിന്നെ 6 മണിക്കാണ് അവിടെ നമ്മൾ മുകളിലോട്ടുള്ള എൻട്രി ഓപ്പൺ ആവുന്നത്. സമയം ഇപ്പോൾ ഓൾറെഡി 5:30. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഓപ്പൺ ആയിരിക്കും. പിന്നെ ഈ കാലത്തുള്ള അവിടുത്തെ ആ തിരക്ക് എന്ന് പറയുന്നത് വൻ തിരക്കാണ്. വെച്ചാൽ മാക്സിമം റൈഡേഴ്സൊക്കെ ഈ വെളുപ്പിനെ ഒന്ന് അവിടെ ആൾട്ടാവും. അവരൊക്കെ ഒരു 5:30 ആകുമ്പം എല്ലാം അവിടെ വന്ന് ഫുള്ള് ക്രൗഡഡ് ആയിരിക്കും. ആ ഒരു മറ്റേ നമ്മൾ ആ എൻട്രി ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഇന്നിനി എങ്ങനെയായിരുന്നു, നോർമലി വീക്കെൻഡാണ് ഇത്രയും ക്രൗഡ് വരുന്നത് അവിടെ. പക്ഷേ ഇന്നിനി വീക്ക് ഡേ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ നമ്മളിതാ പോയിട്ടിരിക്കുന്നു. എത്രയാ ഇനി ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇന്ന് കാലത്ത് 4:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് ഡിലേ ആയിപ്പോയി, എണ്ണിറ്റപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് കാലത്തുള്ള ആ ഒരു ഇത് വെളുപ്പിനെ ഒരു 4:30 ഇറങ്ങുന്ന വെച്ച് നടന്നില്ല. ഇപ്പം മണി ഒരു 5:15 ആകുമ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ പോയിട്ടിരിക്കുകയാണ്. സത്യം പറയാമല്ലോ, ബാംഗ്ലൂരിൻ്റെ റോഡിൻ്റെ അവസ്ഥയൊക്കെ എന്ന് വെച്ചാൽ വൻ ശോകമാണ്. ബാംഗ്ലൂർ റോഡ് ഫുള്ള് എന്താ പറയണ്ട, റോഡെന്ന് പറയാനില്ല. മണ്ണിൻ്റെ മുകളിൽ ഓഫ് റോഡിങ്ങിൻ്റെ ആ ഒരു അവസ്ഥയാണ്. പോരാത്തതിന് വൻ പൊല്യൂഷൻ, ഡസ്റ്റ് എന്ന് വെച്ചാൽ 1.5 ഡസ്റ്റാണ്. എന്ത് ഇതാണാവോ ഇത് പ്രോപ്പർ നമ്മളിപ്പോൾ പോയിട്ടിരിക്കുന്നത് പ്രോപ്പർ സിറ്റിക്കകത്തുള്ള റോഡാണ്. അതായത് ഒരു വൻ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. അതായത് മാക്സിമം ഇത് എന്താ ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മൾ വർത്തൂർ റോഡാണ് വൈറ്റ് ഫീൽഡ് കണക്ട് ചെയ്യുന്നത്. ഈ റോഡിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഓഫ് റോഡിങ് പോകുന്നവർക്ക് ഈ റോഡിൽ കൂടെയൊക്കെ വരും. അത്രയ്ക്ക് ശോകമാണ് ഈ റോഡിൻ്റെ അവസ്ഥ. പൊടി എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്തതിൻ്റെ അത്ര പൊടിയാണ്. കാറിലൊക്കെ പോകുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ ബൈക്കിലൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടല്ലേ. നമ്മളിങ്ങനെ ഫൈനലി സിറ്റി ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സും കൂടെ നമ്മൾ സിറ്റി ക്രോസ് ചെയ്ത് പിന്നെ ഔട്ടറിലായിരിക്കും പിന്നെ കംപ്ലീറ്റ് അവിടെ അങ്ങ് നന്ദി ഹിൽസ് വരെ. വീട്ടിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 70 കിലോമീറ്ററാണ്. ഇപ്പം എക്സാക്ട്ലി ഇനിയൊരു 55 കിലോമീറ്ററും, ദാറ്റ് ഈസ് ഒരു 1 hour 13 minutes. പിന്നെ കാലത്ത് വന്നുകൊണ്ട് എന്താ പറയണ്ടേ, ഈ ട്രാഫിക് മാക്സിമം എന്നല്ല, കംപ്ലീറ്റ് ട്രാഫിക് ഇല്ല. ഈ സെയിം റോഡ് നമ്മളൊരു ഡേ ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലേ പാക്ഡപ്പ് ആയിരിക്കും ഈ റോഡൊക്കെ. അതായത് ഇപ്പോൾ നമ്മളവിടെ നിന്ന് നന്ദി ഹിൽസ് ഒരു 1.5 മണിക്കൂറല്ലേ. പക്ഷെ നമ്മൾ ഇത് ഡേ ടൈമിലെങ്ങാനും വരുവാണെങ്കിൽ ഈ 1.5 മണിക്കൂർ എന്നുള്ളത് കുറയാതെ ഒരു 2.5-3 മണിക്കൂർ അത്രയ്ക്ക് ടൈം വേരിയൻസ് ഉണ്ടാവും. ദൂരെ കാണുന്നില്ലേ, അതാണ് നമ്മളെ നന്ദി ഹിൽ. നല്ല രീതിയിൽ ഫോഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോഴേ അറിയാം, നല്ല അടിപൊളി ഫോഗ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സീനറി ഉണ്ടല്ലേ, വാവ് സൂപ്പർ. ഞാൻ നല്ല രീതിയിൽ ലേറ്റാണെന്ന് വിചാരിച്ചത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഫോഗ് കാണാൻ ചാൻസസ് കുറവാണെന്ന് വിചാരിച്ചു. പക്ഷേ സീരിയസ്ലി ഗൈസ് നല്ല രീതിയിൽ ഫോഗ് ഉണ്ട്. എന്തായാലും നമുക്ക് മോളിൽ പോയിട്ട് കാണാം.
ഗായ്സ് നമ്മളങ്ങനെ നമ്മളെ ചെറുക്കനെ ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് ഇതാ ഇറങ്ങി. ഇവിടെ ഒരു ചായക്കട കണ്ടു, അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇനി മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് നേരെ മുകളിലോട്ടാണ്, നന്ദി ഹിൽസിൻ്റെ മുകളിലോട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ നന്ദി ഹിൽസിൻ്റെ സ്റ്റാർട്ടിങ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നാണ് ഹെയർപിൻ സ്റ്റാർട്ടാവുന്നത്. നോക്കാം മുകളിലോട്ട് എങ്ങനെയാണ്, ഫോഗ് ഉണ്ടോ എന്തോന്ന് സ്റ്റാർട്ട് നോക്കാം. വാവ്, പൊളി പൊളി പൊളി. നല്ല വെതറാണ്, നല്ല രീതിയിൽ ഫോഗ് ഉണ്ട്, നല്ല വെതറാണ്. അടിപൊളി. ഒരു കാലത്തുള്ള ഈ ഒരു റൈഡിങ്, എസ്പെഷ്യലി ഈ ഗാർഡ് സെക്ഷനിലൊക്കെ പോകുമ്പോൾ സൂപ്പർ ഗൈസ്, സീരിയസ്ലി. എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര ഒരു ഇതായിട്ട് തോന്നത്തില്ല. പക്ഷേ നിങ്ങൾ കാറിലൊക്കെ വരുന്നതിനെക്കാട്ടി നമ്മളൊരു ബൈക്ക് ഓട്ടിച്ച് അതിൽ വരുമ്പം അത് നല്ലൊരു ഫീലിംഗ് ആണ്, ഡിഫറൻസ് ഒരു ആംബിയൻസ് ആണ് അതൊക്കെ. സൂപ്പർ ഗൈസ്, വന്നതിന് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. റോഡ് കാണുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ഫോഗാണ് ഇവിടെ. റോഡ് ഒട്ടും തന്നെ കാണുന്നില്ല, അത്രയ്ക്ക് ഫോഗുണ്ട്. ക്യാമറയിലൂടെ കുറച്ചുകൂടെ ക്ലാരിഫൈ, എനിക്ക് ഡയറക്റ്റായിട്ട് ഒന്നും കാണുന്നില്ല. ഞാൻ എന്താ പറയുക, ഒരു അത്രയ്ക്ക് ഫോഗാണ്. പിന്നെ മഴയും കൂടെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മഴയും കൂടെ ഉണ്ട്, ചെറിയൊരു ഡ്രിസ്ലിംഗ് ചാറ്റലുണ്ട്. സൂപ്പർ. നമ്മളങ്ങനെ ഇതാ നന്ദി ഹിൽസിൻ്റെ ടോപ്പിലെത്തി. ഇനി നമ്മളെ ചെറുക്കനെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ ചെറുക്കനതാ ഇവിടെ പാർക്ക് ചെയ്തു. നല്ല രീതിയിൽ ക്രൗഡുണ്ട്, കണ്ടില്ലേ, കംപ്ലീറ്റ് പാർക്കിംഗ് പാക്ഡാണ് കംപ്ലീറ്റ്. മുകളിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ ഫോഗുണ്ട്, ചെറിയൊരു ഡ്രിസ്ലിങ്ങും കൂടെ ഉണ്ട്, നല്ല രീതിയിൽ തണുപ്പുണ്ട് കാര്യം. അപ്പോൾ നമ്മളെ ചെറുക്കനതാ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നേരെ മുകളിലോട്ട് പോയിട്ട് വരാം. എന്നാലും ഇവിടെ നിന്ന് ഇനി നടന്നു വേണം മുകളിലോട്ട് കയറാൻ. അൺഎക്സ്പെക്റ്റഡ് ക്ലൈമറ്റ് ആണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. താഴേന്ന് ഞാൻ വണ്ടി ഓടിച്ചിട്ടപ്പം നോർമലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അപ്പം ഇന്ന് വന്നത് വേസ്റ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല രീതിയിൽ ഫോഗാണ്, സൂപ്പർ. എനിക്ക് സർപ്രൈസ്ഡ് ആയി മുകളിൽ നോക്കിയപ്പോൾ. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നത് വേസ്റ്റ് ആയില്ല. ഒരു മോർണിംഗ് റൈഡ് വിത്ത് ദിസ് ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നന്ദി ഹിൽസിന് ഇതാ ഇറങ്ങി ഇതാ പോയിട്ടിരിക്കുന്നു. ക്രൗഡ് കണ്ടില്ലേ, നല്ല രീതിയിൽ ക്രൗഡ്. ഇനി കുറച്ചായിട്ട് കുറയാൻ തുടങ്ങും ക്രൗഡ്. എന്നുവെച്ചാൽ സമയം മണി എത്രയാണ്, മണി 8:30 ഇനി കഴിയുമ്പോൾ പിന്നെ ക്രൗഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി തുടങ്ങും. ഇതൊരു പ്രോപ്പർ ടൈമിങ്ങാണ്. വരുവാണെങ്കിൽ ഈ ഒരു ടൈമിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ക്ലൈമറ്റ് ഉണ്ടാവും, നല്ല രീതിയിൽ ഫോഗ് ഉണ്ടാവും, നന്നായിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിംഗ് ആണ്. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സൺലൈറ്റൊക്കെ ആയിട്ട് നോർമൽ ഒരു ഇതായിട്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് നോർമലായിട്ട് ഒരു ഹില്ല് വന്നതുപോലത്തെ ആ ഒരു ഫീലിംഗേ ഉണ്ടാകത്തുള്ളൂ. ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് ഇതാ ഇറങ്ങി. നമ്മളെ ചെറുക്കനെ എന്താ ഇവിടെ പാർക്ക് ചെയ്തു. ഫുള്ള് മുകളിൽ മൊത്തം ഡ്രിസ്ലിംഗ് ആയിരുന്നല്ലേ, അപ്പം മൊത്തം ചെളിയൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി തിരിച്ച് ടുവേർഡ്സ് ബാംഗ്ലൂർ.
ഗായ്സ്, അപ്പോൾ നമ്മളിതാ ചായയൊക്കെ കുടിച്ചു, ഇതാ വണ്ടി എടുത്തു. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇനി ഇവിടെ നിന്ന് എന്തായാലും ഒരു 1.5 മണിക്കൂർ ട്രാഫിക്കിൽ പെട്ടുപോയെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ഇനി ഇവിടെ നിന്ന് ഇനിയും ഉണ്ട് ഒരു 65 കിലോമീറ്റർ അടുപ്പിച്ചാണ് മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും ഫോണിൻ്റെ ചാർജ് എന്ത് ചെയ്യുന്നു, അതിപ്പോൾ ചാർജിലിട്ടിരിക്കുക. ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേണം ഇനി മാപ്പ് ഇടാൻ. വെച്ചാൽ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് എവിടെയാണെന്ന് എനിക്കും പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് മെയിൻ റോഡ് കയറിയിട്ട് മാപ്പ് ഇട്ടിട്ട് വേണം ഇനി പോകാൻ. എന്തായാലും നല്ലൊരു മോർണിംഗ് റൈഡായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫോഗും പൊളി. അങ്ങനെ ഫൈനലി നമ്മൾ വൈറ്റ് ഫീൽഡ് റീച്ചായി. പ്രോപ്പർ സിറ്റിയാണ്. ട്രാഫിക് ഉണ്ടല്ലേ. പിന്നെ ഇടയ്ക്ക് നമ്മളെ ഗൂഗിൾ മാപ്പ് ചേച്ചി ചെറിയൊരു പണി തന്നായിരുന്നു. അത് ഞാൻ ഷോർട്ട് കട്ട് നോക്കി മാപ്പ് ഇട്ടതാണ്. അത് മാപ്പ് പോയി എത്തിയത് ഏതോ ഒരു ഉൾഗ്രാമത്തിൻ്റെ അകത്തോട്ടൊക്കെയാണ് പോയി കയറിയത്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് റീറൂട്ടൊക്കെ ഇട്ട് ഇവിടെ എത്താൻ ഒരു സമയമെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ട്രാഫിക് ഉണ്ടല്ലേ ഇവിടുത്തെ നമ്മളെ ട്രാഫിക്. ഇതിന് എത്ര സമയം എടുക്കുന്ന ഒരു പിടുത്തല്ല. അത് മോർണിംഗ് ഇപ്പോൾ ഈ ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് വൺ ട്രാഫിക്കാണ്. പോയപ്പം ഈ റൂട്ടൊക്കെ 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ക്രോസ് ചെയ്ത് പോയത്. ഇപ്പോൾ കണ്ടില്ലേ എന്ത് ഒട്ടുക്കലത്തെ ട്രാഫിക്കാന്ന് കണ്ടില്ലേ. ഗായ്സ്, ഫൈനലി നമ്മളിതാ വീട്ടിലെത്തി. ഫുൾ ടയേർഡാണ്. ആ ട്രാഫിക്കിൽ കാലത്ത് പോയപ്പോൾ ഈ ട്രാഫിക്കിൽ നിന്നാണ് ലിറ്ററലി ടയേർഡാവുന്നത്. വീട്ടിലെത്തിയിട്ട് ചെറുക്കനെ എന്താ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആവണം. ഗായ്സ്, അപ്പോൾ ഫൈനലി വീട്ടിലെത്തി. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പം അടുത്തൊരു വീഡിയോയിലോട്ടേക്ക് കാണാം. ബൈ.